ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി കിട്ടാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യാം? ഓഫ് കോഴ്സ് നല്ല വൈറ്റമിൻസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കും, വർക്കൗട്ട് ചെയ്യും അല്ലേ? വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനും. നമ്മുടെ നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്ലോയിങ് ബ്രൈറ്റനിങ് നല്ല അടിപൊളി സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിന് വേണം വർക്കൗട്ട്. അപ്പൊ സ്കിന്നിന് എങ്ങനെയാ വർക്കൗട്ട് ചെയ്യാന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? സ്കിന്നിന് എന്ത് ചെയ്യാനാ വർക്കൗട്ട് ചെയ്യാൻ? ഫുഡൊക്കെ കഴിച്ചാൽ പോരെ? ഓഫ് കോഴ്സ് നല്ല ഫുഡ് കഴിക്കണം, വേണം. നല്ല വൈറ്റമിൻസും അതിനുള്ള ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇന്ന ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറയുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടൊരു സംഭവമുണ്ട്. നല്ലോണം ഒരു മസാജിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഫേസ് ടാപ്പിംഗ് എന്ന് പറയുന്നത്, സ്കിൻ ടാപ്പിംഗ് എന്നൊക്കെ പറയും. അതായത് ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലുള്ള നെർവ്സിനെ നമ്മളൊന്ന് ത്വരിതപ്പെടുത്താന്ന് പറയില്ലേ, നന്നായി ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ബ്ലഡ് ഫ്ലോ ആയാലും ഓക്സിജൻ ഫ്ലോ ആയാലും എല്ലാം ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിന്റെ ഒരു ഇതന്നെ ടെക്സ്ചർ തന്നെ മാറി കിട്ടും. നല്ല എപ്പോഴും നമ്മൾ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു 25 അല്ലെങ്കിൽ 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിന്റെ കാര്യം കുറച്ചൊന്ന് കെയർ ചെയ്യുന്നേ വേണം. നമുക്ക് ഒരു വല്ലാത്ത പണ്ടത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പ്രായമാവുന്ന സ്കിന്നുകൾ വളരെ കുറവാണ്. കാരണം നമ്മളത് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. പണ്ടുള്ളവർക്കെങ്കിലും സമയം കിട്ടിയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ അതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും കുറച്ചൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് സ്കിന്നിന് വേണ്ടിയിട്ട്. അത് ഒരുപാട് കണ്ട പ്രൊഡക്ട്സ് വാരി തേക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പൊ ആണെങ്കിൽ നല്ല പ്രൊഡക്ട്സും ഉണ്ട്, നമുക്ക് ഓവർ കെമിക്കൽ അല്ലാത്ത നല്ല പ്രൊഡക്ട്സും കിട്ടും. പക്ഷെ അത് മാത്രമല്ല, നല്ല ഫുഡ് ആയാലും നമുക്ക് കുറച്ച് മസാജ് ആയാലും ഇതുപോലെ ഫേസ് ടാപ്പിംഗ് എക്സസൈസ് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോർഹെഡ് ആണ്. അപ്പൊ അതിന് കൈ ഫസ്റ്റ് ഇതാ ഇങ്ങനെ പിടിക്കണം. നമ്മൾ ഈ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഫുൾ ടാപ്പ് ചെയ്യുന്നത്. ഫിംഗർ ടിപ്പും ഫിംഗേഴ്സും വെച്ചിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഫോർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് അഥവാ നല്ല സ്ട്രെസ് ആയിട്ടുള്ള സമയത്തോ എല്ലാത്തിനും റിലീഫ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ ഫോർഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത സമയം ഉണ്ടായിരുന്നു, കൂടാണ് ചെയ്തത്. പക്ഷെ ഈ ഒരു സംഭവം അതിനും എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കാം. ഒരിക്കലും ഓവറായിട്ട് പ്രഷർ ചെയ്യാൻ പാടില്ല. എത്ര സമയം അടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ 20 സെക്കൻഡ് ആണ് കേട്ടോ സമയം, മിനിറ്റ് ഒന്നല്ല. 20, 30, 40 ആയിക്കോട്ടെ, എത്ര വേണേലും കുഴപ്പമില്ല. അത്രയും സെക്കൻഡ്സ് നമുക്കൊരു ആവറേജ് ആയിട്ട് നമ്മൾ ഒരു 1 വീക്ക് ചാലഞ്ചല്ലേ എടുക്കുന്നത്, ഒരു 20 സെക്കൻഡ് തന്നെ എടുക്കാം. 20 സെക്കൻഡ് ഇവിടെ ഏകദേശം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ഫുൾ ഒരു ഉണർന്ന് നമ്മുടെ സ്കിന്നായാലും അതിനുള്ളിലെ സംഭവങ്ങളായാലും കൊളാഗനായാലും എല്ലാം ആക്ടിവേറ്റ് ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്കിന്നിന്റെ എല്ലാ ഭാഗത്തുള്ളത് ഒന്നും ഉത്തേജിപ്പിക്കപ്പെടണം. പിന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണൊരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്സൊക്കെ മാറ്റി ഒരു നല്ലൊരു ഉണർവ് കിട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മൊത്തം ഭാഗത്തിലേക്ക്, ഈ കണ്ണ് മൊത്തം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നമുക്കിത് എഫക്റ്റീവ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിംഗേഴ്സ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാം. ഒരിക്കലും നല്ല ഫോഴ്സ് എടുക്കാൻ പാടില്ല, വളരെ ജനറലായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും നമ്മൾ ഒരു 20 സെക്കൻഡ്സ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു അലാറം വെക്കാം, ഒരു ചെറിയൊരു ഇത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നിർത്താൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം ഓഫ് കോഴ്സ് ഫേസ് ആണ്. നമുക്ക് ഈ ഫേസിനും ഇതുപോലെ തന്നെ ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, പിന്നെ അതുപോലെ ഇങ്ങനെയും ചെയ്യാം. ഇതാണ് കൂടുതൽ നല്ലത്. മറ്റേ പോലെ കുറച്ചൊരു 10 സെക്കൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു 20 സെക്കൻഡ്സ് അഗെയിൻ ഇങ്ങനെ ചെയ്യാം, എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു മസാജ് ചെയ്യുന്നതിനേക്കാൾ ഇത് മനസ്സിലായി ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു തരിപ്പോ ഒരു എന്തൊക്കെയോ നമുക്ക് ആ ഒരു ഇത് വ്യത്യാസം മനസ്സിലാവും. ഈ ഒരു ടാപ്പിംഗ് 20 സെക്കൻഡ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഫേസിൽ നമ്മുടെ ഈ ഓപ്പൺ പോൾസിന് വരെ നമുക്ക് കുറെ ക്ലോസ് ആവും എന്നാണ് ഇത് പറയുന്നത്. കൂടുതലായിട്ട് ഇത് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോ കിട്ടാനും നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, ബ്രൈറ്റ് ആവാനും എല്ലാത്തിനും യൂസ്ഫുൾ ആണ് ഇത്. 20 സെക്കൻഡ്സ് ചെയ്യാം. പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് അടിച്ചോണ്ടിരിക്കാം. ചിന്നിലും എല്ലാം എത്തണം കേട്ടോ. ചുരുക്കി കഴിഞ്ഞാൽ ഈ ഒരു 1, 2, 3, 4 4 ഭാഗം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, ഫേസിന്റെ കാര്യം. പിന്നെ വേണ്ടത് ഇവിടെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായം സ്റ്റാർട്ടിങ് വരാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നെക്കാണ്. അറിയില്ലേ, നന്നായി ചുളിവ് വരാനൊക്കെ സാധ്യതയുണ്ട്. പോരാത്തന്നെ ഇവിടെ ഈ ഫാറ്റ് തൂങ്ങി കിടക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ജോലൈൻ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടും. ജോലൈന് മിസ് ആവാറുണ്ട് എല്ലാവർക്കും. ഇവിടെയൊക്കെ ഫാറ്റ് വന്നിട്ട് അത് പോകാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാവ് മുകളിലേക്ക് വെക്കണം. മുകളിലേക്ക് വെച്ചാൽ
മുകളിലേക്ക് വെച്ചിട്ട് തല ഉയർത്തി പിടിച്ചിട്ട് ഇവിടെയും അടിക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഫോർ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ അഗെയിൻ 20 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്കും ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഈ ഒരു 20 സെക്കൻഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു 5 ഭാഗം നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യണം. ദിവസം രാവിലെയും ചെയ്യാം, രാത്രിയും ചെയ്യാം. ഇങ്ങനെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കും. നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നേ വേണം. എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു 1 വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം പീരീഡ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇത് വളരെ പവർഫുൾ ആണ്. ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാവുന്ന ഒരു വലിയൊരു മസാജിങ് അല്ല ഇത്. വളരെ ജെന്റിലായിട്ടുള്ള ഒരു എല്ലാം കൊണ്ട് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും കിട്ടാതെ പോസിറ്റീവ് എഫക്റ്റ് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഫേസിനുള്ള ചെറിയൊരു എക്സസൈസ് ആണ്, ഒരു വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റി പറയാനുള്ളൂ. എൻ്റെ ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ബൈ ബൈ.